അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തിക്കിലും തിരക്കിലും ഓടിപ്പാഞ്ഞു നടക്കുമ്പോൾ ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്ന കാര്യം ആരും മറന്നു പോകരുത്. മരണമെന്ന ആ ഒരു സത്യം എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആഘോഷങ്ങൾ വരുമ്പോഴും ആഹ്ലാദങ്ങൾ വരുമ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ മരണത്തെയാണ്. നമ്മുടെ മരണം ഒളിഞ്ഞു കിടക്കുന്നതും അവിടെ തന്നെയാണ്. കുടുംബത്തോട് വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ 2 യുവാക്കളാണ് ഇന്ന് റോഡിൽ പിടഞ്ഞു മരിച്ചത്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. വാഹനങ്ങൾ കൂടി വരുന്തോറും ആളുകൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എത്ര അപകട മരണങ്ങളാണ് കടന്നുപോയത് നമ്മുടെ മുന്നിലൂടെ. എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. എത്ര കുഞ്ഞുമക്കളാണ് മരണപ്പെട്ടു പോയത്. ഈ അടുത്തായി തറഞ്ഞും മുറിഞ്ഞും മരണപ്പെട്ടത് ഒട്ടനേകം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ അവസ്ഥ പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മരണം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പടച്ച റബ്ബ് അങ്ങനെ ഒരു വേദന നമുക്കാർക്കും തരാതിരിക്കട്ടെ. ആമീൻ. ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത് 2 വ്യത്യസ്തമായ മരണം, 2 ചെറുപ്പക്കാരുടെ. സുബ്ഹാനല്ലാഹ്. തലശ്ശേരി ചിറക്കരയിൽ 2 സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊന്ന്യം സ്വദേശിയായ ത്വാഹ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ത്വാഹ മരണപ്പെട്ടിരിക്കുന്നത് ത്വാഹ സഞ്ചരിച്ച സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറുമായി ഇടിക്കുകയും റോഡിലേക്ക് തെറിച്ചു വീഴുകയും തെറിച്ചു വീണ ത്വാഹയുടെ ദേഹത്തു കൂടി ഒരു കാറ് കയറി പോവുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ത്വാഹ മരണപ്പെടുകയായിരുന്നു. മയ്യത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. മറ്റൊരു അപകടത്തിൽ പറശ്ശിനിക്കടവ് സ്വദേശി രാഹുലാണ് മരണപ്പെട്ടത്. ഇതും കണ്ണൂരിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. കണ്ണൂരിനെ ഞെട്ടിച്ച 2 മരണങ്ങളാണ്. ദേശീയപാതയിൽ തളാപ്പിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ രാഹുൽ ഒരു ലോറിയുടെ അടിയിൽ പെടുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. 2 ചെറുപ്പക്കാരും മരണപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ അപകട രീതിയിലായിരുന്നു. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആരുടെ ദുആയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. പടച്ച റബ്ബ് ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഈ മയ്യത്തിൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവർക്ക് നീ മഅഫിറത്ത് കൊടുക്കണമേ റബ്ബേ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ, സഹനശക്തി കൊടുക്കണേ റബ്ബേ. റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മളെയൊന്നും കീറി മുറിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്, മയ്യത്താണ്. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് അവരെ കൊണ്ട് കൂടി ദുആ ചെയ്യിപ്പിക്കുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.